ഹലോ, വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഇതിൻ്റെ പേരാണ് ബ്ലേസ് ബനാന ബൈറ്റ്സ്. ഒരു സ്വീറ്റ് ബനാന ആൻഡ് സ്പൈസി ബൈറ്റ്സ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമ്മൾ 2 ഏത്തപ്പഴം, നേന്ത്രപ്പഴം എന്ന് പറയും, ഇതൊന്ന് പുഴുങ്ങിയെടുക്കണം. ആവിയിലിട്ടൊന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം ഇതേപോലെ നമ്മൾ ഫോർക്ക് വെച്ചിട്ട് ഒന്ന് മാഷ് ചെയ്തെടുക്കണം. നല്ലതുപോലെ മാഷ് ചെയ്തെടുക്കുക. വളരെ സിമ്പിളാണ് കേട്ടോ. ആകെ ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുന്ന സമയം മാത്രമേ ആകുന്നുള്ളൂ. പിന്നെ അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 3 പച്ചമുളകാണ് ഇതിന് എരിവ് തരുന്നത്, അതും ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ബ്രെഡ് ക്രംസ്, നമ്മുടെ സാധാ ബ്രെഡ് പൊടിച്ചത് 2 ടേബിൾ സ്പൂൺ, പിന്നെ 1 ടേബിൾ സ്പൂൺ റവയും കൂടി ഇട്ട് കൊടുക്കുക, 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ചെയ്യേണ്ടത് കട്ട്ലറ്റിൻ്റെ ഷേപ്പാക്കി എടുക്കുക മാത്രമാണ്. അതിനുശേഷം നേരത്തെ പൊടിച്ച് ബാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ, നമ്മുടെ സാധാ ബ്രെഡ് പൊടി, അതിലേക്കൊന്ന് ഇട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇനി കുറച്ച് എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കുക. ഇനി അതെല്ലാം നിങ്ങളുടെ കയ്യിൽ എയർ ഫ്രയറോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലാക്കി എടുത്താലും മതി. അപ്പോൾ പൂർണ്ണമായിട്ട് ഹെൽത്തി ആയിട്ട് കിട്ടും. ഞാനിവിടെ എണ്ണയെന്ന് പറയുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണയിൽ ഇതൊന്ന് വറുത്ത് കോരുമ്പോഴാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പാത്രത്തിൽ എണ്ണ കാണാൻ കഴിയില്ല, അത്രയ്ക്കും കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് ഞാൻ എണ്ണ എടുത്തിരിക്കുന്നത്. ഒരു 4 ടീസ്പൂൺ ഓയിലാണ് നമ്മുടെ വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് കരിഞ്ഞും ബ്രെഡ് ക്രംസ് കേട്ടോ, അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഒരു 10-30 സെക്കൻഡ് ആകുമ്പോൾ തന്നെ ഒരു സൈഡ് നമുക്ക് വെന്ത് വരും. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കൊന്ന് മറിച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ 2 സൈഡും നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നല്ല മധുരമാണ്, എന്നാൽ അത്യാവശ്യത്തിന് എരിയുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഈ ഒരു പഴം എന്ന് വെച്ചാൽ ഏത്തപ്പഴം ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ സിമ്പിളാണ്. ഈ ഒരു ഇഫ്താറിന് ഈ ഒരു മധുരവും എരിവും ഇഷ്ടമുള്ളവരാണ് എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ക്രിസ്പിയാണ്, നല്ല സോഫ്റ്റിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ.